ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിലറി മെമ്മറി. ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി മെമ്മറിയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഓക്സിലറി മെമ്മറി സെക്കൻഡറി മെമ്മറിയാണ്. ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പവർ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് വോൾട്ടേജിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു മെമ്മറിയാണ് ഓക്സിലറി മെമ്മറി. ഓക്കെ, auxiliary memory as also known as auxiliary storage, secondary storage, secondary memory, external memory എന്നൊക്കെ നമ്മളതിനെ അറിയപ്പെടാറുണ്ട്. ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ മെമ്മറി, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ഭാഗം. അതിനകത്ത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ് ഓക്സിലറി മെമ്മറി. ദറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി ആക്സസ്ഡ് ബൈ ദി സി പി യു അല്ലേ. അത് നമുക്കറിയാം, സി പി യു ഡയറക്റ്റായിട്ട് നമ്മൾ ഓക്സിലറി മെമ്മറിയെ സെക്കൻഡറി മെമ്മറിയെ ഡയറക്റ്റായിട്ട് സി പി യു ആക്സസ് ചെയ്യുന്നില്ല. സി പി യു ആക്സസ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് റാമിനെയാണ്, പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയിൽ നിന്ന് ആണ് എന്താ സെക്കൻഡറി മെമ്മറിയിലേക്ക് റിക്വസ്റ്റ് വരുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആക്സസ്ഡ് ബൈ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽ അല്ലേ. അതിനകത്ത് സി പി യു ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽ മുഖേന ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് സി പി യു ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നില്ല നോർമൽ കേസിൽ കേട്ടോ. അബ്നോർമൽ കേസുകളുണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാതെ. ഓക്കെ, okay, the most common auxiliary memory devices used in computer. First one, magnetic disk, അടുത്തത് മാഗ്നറ്റിക് ടേപ്പ്. അതുപോലെ തന്നെ ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറി മെമ്മറികൾ. അതുപോലെ തന്നെ മറ്റു ഇതേ രൂപത്തിലുള്ള മറ്റു ഓക്സിലറി മെമ്മറീസാണ് മാഗ്നറ്റിക് ഡ്രംസ് ഉണ്ട്, മാഗ്നറ്റിക് ബബിൾ മെമ്മറി, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡിസ്കുകൾ. Magnetic drum and disk are consist of high speed rotating surfaces coated with a magnetic recording medium അല്ലേ. ഈ മാഗ്നറ്റിക് ഡ്രംസും ഡിസ്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, മാഗ്നറ്റിക് ഡിസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സി ഡി അല്ലേ. സി ഡിക്ക് നമുക്കറിയാം അത് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. അതിനെ സി ഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സി ഡി വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സി ഡി ഡ്രൈവിൽ നിന്നും സി ഡി എജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സി ഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കാണാം. നമുക്കത് ചെയ്യാൻ പാടില്ലേ. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം അങ്ങനെ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ശരിക്കും. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റൊട്ടേറ്റിംഗ് ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സർഫസാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് കോട്ടഡ് ഡ്രം മീഡിയനകത്തുള്ള മാഗ്നറ്റിക് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കത് സി ഡി എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അല്ലേ. മാഗ്നറ്റിക് ഡ്രമ്മും അതുപോലെ തന്നെ ഡിസ്കൊക്കെ അതേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ദ റൊട്ടേറ്റിംഗ് സർഫസ് ഓഫ് the drum is a cylinder and that of the disc a round plate, flat plate ആണ്, round flat plate ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, the recording surface rotates at uniform speed and is not started or stopped during access operation അല്ലേ. ആ ഡിസ്കുകൾ അതെന്തെയും ആ സർഫസ് ഇങ്ങനെ ഒരു പ്രത്യേക സ്പീഡിൽ സി ഡിയിൽ എഴുതിയിട്ടുണ്ടാവും. 52 × X 10 × X എന്നൊക്കെ നമ്മുടെ സി ഡി ഡ്രൈവിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഡാറ്റ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ ആക്സസ് ചെയ്യാനും നമുക്കത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക വേണ്ട. അതിങ്ങനെ ഓൾറെഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് ഡാറ്റ അതിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ്സ് ആർ റെക്കോർഡഡ് as magnetic spots on the surface as it passes stationary mechanism called white head അല്ലേ. അതിനകത്ത് ഈ സർഫസിനകത്ത് നമ്മൾ മാഗ്നറ്റിക് സ്പോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യും. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡർ ഉപയോഗിക്കും. നമ്മൾ റൈറ്റ് ചെയ്യാനുള്ള ഹെഡ് നമ്മൾ ഉപയോഗിക്കും. ആ ഹെഡ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കിവിടെ ഇമേജ് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി മനസ്സിലാവും അത് കേട്ടോ. ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനി ഡിവൈസ് ആർ ഇറ്റ് ആക്സസ് മോഡ്, ആക്സസ് ടൈം, ട്രാൻസ്ഫർ റേറ്റ്, കപ്പാസിറ്റി ആൻഡ് കോസ്റ്റ്. ഏത് മാഗ്നറ്റിക് ഡിസ്ക് ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും അതിലൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ആക്സസ് മോഡ്. ഏത് മോഡിലൊക്കെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും, ആക്സസ് ടൈം, ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനുള്ള ടൈം എത്രയാണെന്നുള്ളത്, ട്രാൻസ്ഫർ ഡേറ്റ്, അതിലേക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കോസ്റ്റ്. ഈ
5 കാര്യങ്ങളും ഏതൊരു ഡിവൈസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഓക്കെ, ദ ആവറേജ് ടൈം റിക്വയർഡ് ടു റീച്ച് സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ മെമ്മറി ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് കണ്ടൻസ് ഇസ് കോൾഡ് ആക്സസ് ടൈം. അതാണ് ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് ഡാറ്റനെ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റനെ ഫെച്ച് ചെയ്യാനുള്ള ടൈമാണെന്ത് ആക്സസ് ടൈം. എ റെക്കോർഡ് ഈസ് സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ വേർഡ്. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആയിക്കാരം അല്ലെങ്കിൽ ഒരു വേർഡ് ആയിക്കാരം അല്ലേ. അപ്പോൾ റീഡിങ് ഓർ റൈറ്റിംഗ് ഈസ് ആൾവേസ് ഡൺ ഇൻ എ റെക്കോർഡ്. ഓക്കെ, ദ ട്രാൻസ്ഫർ റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ വേർഡ്സ് ദാറ്റ് ദ ഡിവൈസ് ക്യാൻ ട്രാൻസ്ഫർ പെർ സെക്കൻഡ്. അതാണ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് എന്ത് ട്രാൻസ്ഫർ റേറ്റ്. അതാണ് ട്രാൻസ്ഫർ പെർ സെക്കൻഡ്. സെക്കൻഡിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ത് ട്രാൻസ്ഫർ റേറ്റ്. ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പൊസിഷൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി റെക്കോർഡ് അല്ലേ. റെക്കോർഡിന് ഫസ്റ്റ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. എ മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ സർക്കുലർ പ്ലേറ്റ് കൺസ്ട്രക്റ്റഡ് ഓഫ് മെറ്റൽ or plastic coated with a magnetized material. Often both sides of this disc are used and several discs may be stacked on one spindle with read or write head available on the each surface. Okay, ഇതെന്താ അറിയോ, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്കുകൾ രണ്ട് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ്. രണ്ട് ഭാഗത്ത് ഒരു പ്ലേറ്റിനകത്ത് 2 ഭാഗങ്ങളുണ്ടാവും, താഴെയും മേലെയും. മനസ്സിലായിട്ടുണ്ടാവും. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ നമ്മൾക്ക് വീട്ടിൽ CD ഇടുന്നൊരു ബണ്ടിൽ കണ്ടില്ലേ. ഒരു ബണ്ടിലിനകത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു സ്റ്റിക്കുമ്മൽ CD ഇങ്ങനെ ഇടും നമ്മൾ. അത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുക അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യും, അത് ഓരോ CD-കളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഡിസ്കുകൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡിസ്ക് ചെയ്യുന്നത് ഇതേമാതിരിക്ക് ഒരു CD-ൻ്റെ ഒരു ബണ്ടിലാന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരുപാട് CD ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ CD-കളങ്ങനെ ഈ ബണ്ടിൽ മേൽ എന്താ പറയുക, സ്പിൻഡിൽ എന്നതിന് പറയാം. അതായത് സെൻറ്ററിലുള്ള സാധനം ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കിനെ മാതിരിക്ക സാധനം അതിലായിരിക്കും CD വെച്ചിട്ടുണ്ടാവും. അതേ രൂപത്തിൽ അപ്പോൾ എല്ലാ CD ഇങ്ങനെ ചെയ്യും, ഫുള്ള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ CD-ൻ്റെ അടിയിൽ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹെഡ് ഇട്ടിട്ട് CD-ൻ്റെ 2 ഭാഗത്തായ മേലെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡ് ഞാൻ ഇമേജ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഡിസ്ക് റൊട്ടേറ്റ്സ് ടുഗദർ അറ്റ് ഹൈ സ്പീഡ് ആൻഡ് ആർ നോട്ട് സ്റ്റോപ്ഡ് ഓർ സ്റ്റാർട്ടഡ് ഫോർ ആക്സസ് പർപ്പസ്. എല്ലാ ഡിസ്കുകളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്കിത് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമുക്കിങ്ങനെ ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടാക്കി ആക്സസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പാക്കി എന്നൊരു മെത്തേഡൊന്നും ഇതിനകത്തില്ല. ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ടാകും, ഈ മാഗ്നറ്റിക് ഡിസ്കിനകത്തുള്ള ഓരോ പ്ലേറ്റുകൾ ഇതിങ്ങനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ബിറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് സർഫസ് ഇസ് സ്പോട്ടഡ് അലോങ് കോൺസെൻട്രിക് സർക്കിൾ കോൾഡ് ട്രാക്സ്. എന്താ ട്രാക്ക് എന്നൊക്കെ നോക്കട്ടെ നമുക്ക്. ട്രാക്സ് ആർ കോമൺലി ഡിവൈഡ് ഇൻ ടു സെക്ഷൻസ് കോൾഡ് സെക്ടേഴ്സ്. ഇവിടെ നോക്കൂ, ഇവിടെ ട്രാക്കുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ സർഫസ്. ലെഫ്റ്റ് സൈഡിൽ ഇമേജ് നോക്കാം. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സെൻട്രൽ ഭാഗമാണ്. ഇത് ഒരു ഞാൻ പറഞ്ഞു CD-ൻ്റെ ആ ബണ്ടിലിനകത്ത് പറഞ്ഞില്ലേ, അതിൽ ഒരു CD എടുത്താന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ ഒരുപാട് CD-കൾ ടിക്കറ്റുണ്ടാവും. മനസ്സിലായി, ഒരു സ്റ്റിക്ക് മതി. അപ്പോൾ ആ സ്റ്റിക്കിന് പകരമാണ് ഈ ബണ്ടിൽ സ്പിൻഡിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ഇമേജ് നമുക്ക് കാണാൻ ശരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സർഫസിനകത്ത് ഇതാണ് ഒരു സർഫസ്. ആ സർഫസിനകത്ത് ഒരുപാട് ട്രാക്കുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ സ്പോർട്സിനൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ട്രാക്ക് വരക്കാറില്ല, അതേമാതിരി ട്രാക്ക് കണ്ടിട്ടില്ലേ. അതാണ് ഓരോ ട്രാക്കുകൾ. അതിൽ ഓരോ ട്രാക്കിലും എന്തുണ്ടാവും, ഓരോ സെക്ടറുകളുണ്ടാവും. മനസ്സിലായോ? ട്രാക്കിനകത്ത് കണ്ടില്ലേ, ഒരു ട്രാക്ക് സ്പെസിഫിക് ആയിട്ട് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഓരോ ട്രാക്കുകളിനകത്ത് സെക്ടേഴ്സ് ഉണ്ടാവും. സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാക്കിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഓരോ ചെറിയൊരു ഗ്യാപ്പ് സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാപ്പ് കണ്ടില്ലേ, ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളെ ട്രാക്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്താണ് സെക്ടർ. അപ്പോൾ എ സർഫസ് കണ്ടെയ്നിങ് സോ മെനി ട്രാക്സ് ആൻഡ് ട്രാക്ക് കണ്ടെയ്നിങ് സോ മെനി സെക്ടേഴ്സ്. ഓക്കെ, ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് പ്ലേറ്റസ്. ഒരു പ്ലേറ്ററാണ് മറ്റത് കേട്ടോ. ഈച്ച് വിത്ത് 2 സർഫസസ്. ഇതൊരു പ്ലേറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2 സർഫസ് ഉണ്ട്. ഒരു ഭാഗം നമ്മളിപ്പോൾ സർഫസ് ഒരു ഭാഗം കണ്ടു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തുണ്ടാവും, മറ്റൊരു സർഫസ് ഉണ്ടാവും. ഓക്കെ, ഈച്ച് സർഫസ് കൺസിസ്റ്റ് ഓഫ്
സെൻട്രിക് റിംഗ് കോൾഡ് ട്രാക്സ്. ഓരോ സർഫസിലും എന്തുണ്ടാകും? ട്രാക്കുകൾ ഉണ്ടാകും. ഇപ്പോൾ ട്രാക്ക് ഉണ്ടില്ലേ, ഈച്ച് ട്രാക്ക് കൺസിസ്റ്റ് ഓഫ് സെക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ സ്പിൻഡിൽ കണ്ടില്ലേ, സ്പിൻഡിലർ സെൻറ്ററിൽ കണ്ടില്ലേ നിങ്ങൾ, അതിലാണ് നമ്മൾ ഒരുപാട് ഡിസ്കുകൾ ഇങ്ങനെ വെച്ചിരിക്കണം അല്ലേ. ഒരു കുറച്ച് ഫസ്റ്റ് പ്ലേറ്റർ 0, പ്ലേറ്റർ 1, പ്ലേറ്റർ 2, ഓരോ പ്ലേറ്ററിനകത്ത് എന്തിട്ടുണ്ട്? ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് നോക്കാം നമുക്ക്. പിന്നെ നമുക്കറിയാം ഓരോ പ്ലേറ്ററിനകത്തും 2 സർഫസ് ഉണ്ട് അല്ലേ. സർഫസ് 0, സർഫസ് 1, സർഫസ് 2, സർഫസ് 3, സർഫസ് 4, സർഫസ് 5 അല്ലേ. ഓരോ പ്ലേറ്ററിനകത്തും 2 സർഫസുകളുണ്ട്. ഓരോ സർഫസിനകത്തും എന്തുണ്ടാവും? ട്രാക്കുകളുണ്ടാവും. ഓരോ ട്രാക്കിനകത്തും സെക്ടറുകളുണ്ടാവും. ഓക്കെ, യെസ്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി കാണാൻ നിങ്ങൾക്ക്. ഇതിപ്പോൾ 2 പ്ലേറ്റർ വെച്ചതാണ്, പ്ലേറ്റർ 1, പ്ലേറ്റർ 2 അല്ലേ. ഇതിങ്ങനെ ആ ഒരു ലോജിക്കലായിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. മുകളിലത്തെ ട്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത താഴത്തുള്ള പ്ലേറ്ററിനകത്തും എന്തുണ്ടാവും? ട്രാക്ക് ഉണ്ടാവും. മനസ്സിലായി? പ്ലേറ്റർ 1-നകത്ത് ട്രാക്കുകളുണ്ട് ഒരുപാട് അല്ലേ. ആ പ്ലേറ്റർ 1-നകത്തുള്ള ട്രാക്കിന് അതേമാതിരി തൊട്ട് താഴെയും എന്തുണ്ടാവും? പ്ലേറ്ററിനകത്ത് ട്രാക്കുകളുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് പ്ലേറ്റർ 1-നകത്തുള്ള ഔട്ടർ സൈഡിലെ ട്രാക്കിന് അതേ രൂപത്തിൽ പ്ലേറ്റർ 2-ൻ്റെ ഔട്ട് സൈഡിലും എന്തുണ്ടാവും? ഒരു ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്കുകൾ വെച്ചിട്ടുള്ള ഒരു ലോജിക്കലായിട്ടുള്ള സംഭവമാണ് എന്ത്? സിലിണ്ടർ. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ സിലിണ്ടർ 1, സിലിണ്ടർ 2, സിലിണ്ടർ 3 കണ്ടില്ലേ, ഓരോ സിലിണ്ടേഴ്സ് ഇങ്ങനെ. അപ്പോൾ പ്ലേറ്ററുകൾ തമ്മിലുള്ള ട്രാക്കുകൾ തമ്മിലുള്ള ഒരു ലോജിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്? സിലിണ്ടർ. ഓക്കെ, ഡിസ്ക് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ. നമ്മൾ ഡിസ്കുകൾ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. ഡിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഹാർഡ് ഡിസ്ക് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, പിന്നെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. വാട്ട് ഈസ് ദ പ്രൈമറി form of storage in the early days of the computer was magnetic tape. This has been replaced predominantly disk based medium today അല്ലേ. ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഓൾഡ് ഡേയ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് ടേപ്പാണ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ, ടേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ എന്താ പറയുക, ടേപ്പ് റെക്കോർഡൊക്കെ അല്ലായിരുന്നു ആദ്യം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിലല്ല, ടേപ്പ് റെക്കോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? കാസറ്റ് ഇങ്ങനെ എന്താ പറയുക, 2 ഭാഗം ഉണ്ടാകും. 2 ഭാഗം എന്താ ടേപ്പ് റെക്കോർഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 2 ഭാഗം ഒരു ഇതിൽ എന്താ പറയുക, സ്പിൻഡറിൻ്റെ മാർക്ക് സാധനത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. അതിങ്ങനെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ഫോർവേഡിലേക്കും ബാക്ക്വേഡിലേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ ടേപ്പ് ഉണ്ടായിരുന്നു. അത് ടേപ്പ് എന്താ പറയുക, കാസറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്, കാസറ്റ്. അതേ രൂപത്തിലുള്ള സംഭവമാണിത് മാഗ്നറ്റിക് ടേപ്പ്. ബൾക്ക് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു മാഗ്നറ്റിക് ടേപ്പ്. ഇന്ന് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ നിന്ന് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഡിസ്കുകളാണ് കേട്ടോ. ഹൈ കപ്പാസിറ്റി ഡിസ്കുകൾ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഡിസ്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇന്നത്തെ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് മാതിരിക്കുള്ള സംഭവങ്ങൾ ഒഴിവാക്കി ഡിസ്ക് വരാനുള്ള കാരണം എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുക. ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്. ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്. റിലയബിലിറ്റി ഉണ്ട്. റിഡ്യൂസ് ആക്സസ് ടൈം അല്ലേ. നമുക്ക് ആക്സസ് ടൈം ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ പോയിട്ട് മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ടൈം വളരെ കുറവാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ടൈപ്പ് ആണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി വരണ്ടേ, ഇതാകുമ്പോൾ ഡയറക്റ്റ് വേഗം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഹൈ ട്രാൻസ്ഫർ റേറ്റ് അല്ലേ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റേറ്റ് വളരെ കൂടുതലാണ്. റെഡ്യൂസ് സൈസ് ആൻഡ് പവർ റിക്വയർമെൻറ്റ്സ്. സൈസ് വളരെയധികം കുറവാണ്, അതുപോലെ തന്നെ പവർ കൺസപ്ഷനും വളരെ കുറവാണ്. ഇൻക്രീസ്ഡ് കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ് എന്നുള്ള സ്റ്റോറേജ് ഡിവൈസുകൾക്കൊക്കെ, അതായത് മാഗ്നറ്റിക് ഡിസ്കുകൾക്കൊക്കെ കപ്പാസിറ്റി കൂടുതലാണ്. വൺ ട്രെൻഡ് ഡ്യൂറിങ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈസ് മൂവ് ടു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം. Many software companies offer both operating system software and application software and optical medium. അല്ലേ, ആദ്യമൊക്കെ നമുക്ക് അറിയായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ CD യിലായിരുന്നു വന്നിരുന്നത് അല്ലേ.
ഇപ്പോൾ വിൻഡോസ് 7 CD അല്ലെങ്കിൽ വിൻഡോസ് 7 DVD, സോഫ്റ്റ്വെയറുകളൊക്കെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ CD DVD ഇതൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സോഫ്റ്റ്വെയറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ ആദ്യം CD-യിലും DVD-യിലൊക്കെ ആയിരുന്നു ആദ്യം വന്നിരുന്നത്. കമ്പനികൾ തന്നെ അങ്ങനെ തന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് നെറ്റിലാണ് ഡൗൺലോഡ് ചെയ്യുക, കീ അവർ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ ഒന്ന് ഔട്ട് ഓഫ് ഡേറ്റ് അന്ന് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ സോഫ്റ്റ്വെയറുകൾ CD-യിലാക്കി തരുന്ന ആ ഒരു മെത്തേഡ് ഇന്ന് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് CD-യും DVD-യും യൂസ് ചെയ്യുന്നതും വളരെ കുറവാണ്. അധികം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പെൻ ഡ്രൈവിലെ അതുപോലെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക് സ്റ്റോറേജ് ടെക്നോളജി. Disk storage system works on a magnetic principles. In mechanism, there are two opposite polarities called poles, the north and the south pole. Opposite polarity attracts while like polarity repels. In computers, data is presented in binary format. Binary data has two states, 1 or 0. It must so happens the mechanism also has two states, north and south. So in effect, magnetism is a good way of storing data also. A rotating disk is coated with very few ferrous oxide particles, each of which act and behave like little magnets. Okay, അതിനകത്ത് നമ്മൾ പറയുന്നത് ഡാറ്റ ഡിസ്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഉപയോഗിക്കുന്നത് ഡിസ്കിനകത്ത് ഉപയോഗിക്കുന്നത് ഫെറസ് ഓക്സൈഡാണ്. അതിലൊരു മെക്കാനിസം അവിടെ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം അവിടെ സീറോസും വൺസും ആണ് നമ്മളെ ബൈനറി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. സീറോസും വൺസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അവിടെ സിഗ്നൽ പവർ ഓണാണോ അല്ല ഓഫാണോ എന്നാണ് ഇലക്ട്രിക് സിഗ്നൽ കൊടുത്തിട്ട് ഓൺ ഓഫ് എന്നുള്ളൊരു മെക്കാനിസമാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഹെഡുകളുണ്ടാവും. ആ ഹെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റനെ അതിലേക്ക് റൈറ്റ് ചെയ്യുന്നതും അതിനകത്ത് എഴുതിയിട്ടുള്ള ഡാറ്റ തിരിച്ച് ഇങ്ങോട്ട് ബൈനറി ഫോർമാറ്റ് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് റീഡ് ചെയ്തെടുക്കാനും നമ്മൾ ആ ഹെഡുകളാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ക് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. അതാണ് കപ്പാസിറ്റി എന്നല്ലേ. ഇന്ന് നമുക്കറിയാം കൂടുതൽ ബിറ്റ്സുകൾ നമുക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഡിസ്കുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഇന്ന് ഉപയോഗിക്കുന്നത് ടെറാബൈറ്റ് പെൻറ്റാബൈറ്റ് ഒക്കെ നമ്മളിന്ന് സാധാരണ കമ്പ്യൂട്ടറുകൾ തന്നെ ടെറാബൈറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെറാബൈറ്റ്സ് പറഞ്ഞാൽ 1024 GB ആണ്, ഗിഗാബൈറ്റ്സ് ആണ് അല്ലേ. ആദ്യമൊക്കെ നമ്മൾ 500 GB അല്ലെങ്കിൽ 120 GB 250 GB ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ പകരം 2 TB അല്ലെങ്കിൽ 8 TB 8 ടെറാബൈറ്റൊക്കെയാണ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ വരെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കപ്പാസിറ്റി കൂടുതലുള്ളതാണ്. കൂടുതൽ ഡാറ്റയും പ്രോഗ്രാംസുകളും സോഫ്റ്റ്വെയറും സ്റ്റോർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി ഡിറ്റർമൈൻസ് ബൈ ദീസ് ടെക്നോളജീസ്. ഒന്ന് റെക്കോർഡിംഗ് ഡെൻസിറ്റി. റെക്കോർഡിംഗ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് പെർ ഇഞ്ച്, നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്ക്യൂസ്ഡ് ഇൻ ടു എ 1 inch സെഗ്മെൻറ്റ് ഓഫ് എ ട്രാക്ക്. ഒരു ട്രാക്കിനകത്ത് 1 inch പ്ലേസിനകത്ത് എത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ബിറ്റ്സ് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? റെക്കോർഡിംഗ് ഡെൻസിറ്റി. അടുത്ത് ട്രാക്ക് ഡെൻസിറ്റി, ട്രാക്ക് പെർ ഇഞ്ച്, നമ്പർ ഓഫ് ട്രാക്സ് ദാറ്റ് ക്യാൻ ബി സ്ക്യൂസ്ഡ് ഇൻ ടു എ 1 inch റേഡിയൽ സെഗ്മെൻറ്റ്. അടുത്ത് ഏരിയൽ ഡെൻസിറ്റി, ബിറ്റ്സ് പെർ ഇഞ്ച്, പ്രോഡക്റ്റ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് ട്രാക്ക് ഡെൻസിറ്റി. ഇതാണ് നമ്മൾ കപ്പാസിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. Modern disk partition tracks into disjoint subset called recording zone. Each track in a zone has the same number of sectors determined by the circumference of innermost track. Each zone has a different number of sectors and track. Computing capacity, disk capacity calculate ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചാൽ നല്ലതാണ്, PGക്ക് ഒരു ഇത് പഠിക്കാനുണ്ടായേക്കാം. കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈറ്റ് പെർ സെക്കൻഡ് ഇൻറ്റു ആവറേജ് സെക്ടർ പെർ
track into tracks per surface into surface by plater into plater by disk. ഒരു ഡിസ്കിനകത്ത് എത്ര പ്ലേറ്റേഴ്സ് ഉണ്ടെന്നും ഒരു പ്ലേറ്റർക്കകത്ത് എത്ര സർഫസ് ഉണ്ടെന്നും ഒരു സർഫസിനകത്ത് എത്ര ട്രാക്ക് ഉണ്ടെന്നും ഒരു ട്രാക്കിനകത്ത് എത്ര സെക്ടർ ഉണ്ടെന്നും ഒരു സെക്ടറിനകത്ത് എത്ര ബൈറ്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡിസ്കിൻ്റെ കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ആ ഒരു ഓർഡറിൽ നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് ഞങ്ങൾക്ക് സുഖമായിട്ടത് എഴുതാൻ പറ്റും. എക്സാമിന് വന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിക്കൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പോയിൻ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. PGക്ക് ഒരു പക്ഷേ നെറ്റിനൊക്കെ ഒരു വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഇത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ, ഇത് വെച്ചിട്ടൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ ഡിസ്ക് ഓപ്പറേഷനാണ്. ഇതാണ് നമ്മുടെ ഡിസ്ക് അല്ലേ. ഇതൊരു സ്പിൻഡിലുണ്ട്, പിന്നെ ഒരുപാട് ട്രാക്സുകളുണ്ട് അല്ലേ. ഇത് ഡിസ്ക് സർഫസ് സ്പിൻ അറ്റ് ഫിക്സ്ഡ് റൊട്ടേഷൻ. ഒരു ഫിക്സ്ഡ് റേറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. റൊട്ടേറ്റ് ഇപ്പോൾ ഇതാണ് നമ്മളെ റീഡ് റൈറ്റ് ഹെഡുകളാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹെഡ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡാറ്റ ഇപ്പോൾ എടുക്കുന്ന ഡാറ്റ സ്പിൻഡലിൻ്റെ തൊട്ടടുത്തുള്ള ട്രാക്കിലെ ഡാറ്റയാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തേർഡ് ട്രാക്കിൽ സെക്കൻഡ് ട്രാക്കിൽ ഡാറ്റയാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഹെഡിന് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, മൂവ് ചെയ്യിക്കും ഇങ്ങനെ. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യിക്കുന്നത്. നമുക്ക് അടുത്ത ഡിസ്കുകളിൽ മാഗ്നറ്റിക് ടൈപ്പാണ്. മാഗ്നറ്റിക് ടൈപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.